ജെഇ മെയിൻ ഫേസ് 1 2026 ജനുവരി 23 ഷിഫ്റ്റ് 2 ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കി, ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ വെച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുകയാണ്. കൺസിഡർ ദ എബോവ് ഇലക്ട്രോകെമിക്കൽ സെൽ വെയർ എ മെറ്റൽ ഇലക്ട്രോഡ് എം ഈസ് അണ്ടർഗോയിങ് എ റിഡോക്സ് റിയാക്ഷൻ ബൈ ഫോമിങ് എം പ്ലസ് ഇങ്ങനെ എം പ്ലസ് എന്നുള്ള ഒരു അയോൺ ഉണ്ടാകുന്ന ഒരു റിഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. എം എന്ന് പറയുന്ന ആൾ എം പ്ലസ് ആയി മാറി. ദ കാറ്റയോൺ എം പ്ലസ് ഈസ് പ്രസൻറ്റ് ഇൻ 2 ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. അതായത് എം പ്ലസ് എന്ന് പറയുന്ന ആൾ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അപ്പോൾ നമ്മുടെ സെല്ലിലെ ഒരു സൈഡ് ആനോഡായിട്ടും മറ്റേ സൈഡ് കാഥോഡായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, the cation M plus is present in 2 different concentrations, C1 and C2 was shown above. Which of the following statement is correct for generating a positive cell potential? സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് നമുക്ക് അറിയത്തുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ നമ്മുടെ ഗാൽവനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ ആ ഒരു ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ കോൺസെൻട്രേഷൻ സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ കാണുന്ന C1 കോൺസെൻട്രേഷൻ ഉള്ള സൈഡ്, C1 കോൺസെൻട്രേഷൻ ഉള്ള ഈ സൈഡിലെ ഇത് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. എന്ന് വെച്ചാൽ C1 സൈഡ് ആനോഡാണെന്ന് വിചാരിക്കുക. C1 സൈഡ് ആനോഡ്. C1 സൈഡ് ആനോഡ് എന്ന് പറഞ്ഞാൽ C1 സൈഡിൽ എന്തായിരിക്കും സംഭവിക്കുക? C1 സൈഡിൽ നടക്കുക മെറ്റൽ ബിക്കം M പ്ലസ്. എം പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ C1. ഓക്കെ, ഇത് ആനോഡിലെ സൈഡ്, ആനോഡ് റിയാക്ഷനാണ്. C1 ഈസ് ആക്ടിങ് ആസ് ആനോഡ്. അപ്പോൾ C2 എന്തായിരിക്കും? C2 വിൽ ബി കാഥോഡ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇതിന് നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ്. എം പ്ലസ് എന്ന് പറയുന്ന ആൾ എം ആയി മാറും. ഇവിടെ എം പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ C2. ഓവറോൾ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം ഇറ്റ് വിൽ ബി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എം പ്ലസ് C2 വിൽ ബിക്കം എം പ്ലസ് C1 എന്നായി മാറും. കാരണം എം രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോകും. ഓവറോൾ റിയാക്ഷൻ ഞാൻ എഴുതാട്ടോ, ഇത് ഓവറോൾ റിയാക്ഷൻ. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കുക, C1 സൈഡ് ആനോഡായിട്ട് എടുത്തു. അപ്പോൾ C1 സൈഡിൽ ഓക്സിഡേഷൻ നടക്കണം, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നടന്ന് എം പ്ലസ് ആയി. എം പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ C1. C2 സൈഡ് അപ്പോൾ എന്തായാലും ആക്ട് ചെയ്യുക? കാഥോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ എം പ്ലസ് എന്ന് പറയുന്ന സാധനം റിഡക്ഷൻ നടന്ന് എം ആയി മാറും. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ട് സൈഡിൽ എം കട്ടായി പോകും. ഇതാണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഐ എം ഗോയിങ് ടു റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒക്കെ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഇ സെൽ വാല്യൂ വിൽ ബി ഇ നോട്ട് സെൽ. ശ്രദ്ധിക്കുക, ഇതൊരു കോൺസെൻട്രേഷൻ സെല്ലാണ്. കോൺസെൻട്രേഷൻ സെല്ലിനകത്ത് ഇ നോട്ട് സെൽ വാല്യൂ എന്ന് പറയുന്നത് ഇ നോട്ട് ഓഫ് കാഥോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ് അല്ലേ? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ആനോഡിലും കാഥോഡിലും നമ്മൾ എടുത്തിരിക്കുന്ന ആൾക്കാർ സെയിമാണ്. ആനോഡിലും കാഥോഡിലും എടുത്തിരിക്കുന്ന ആൾക്കാർ സെയിം ആണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഈക്വൽ അല്ലേ? അപ്പോൾ ഇ നോട്ട് ഓഫ് കാഥോഡ് മൈനസ് ഇ നോട്ട് ഓഫ് ആനോഡ് എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ടായിരിക്കും വരും. ദിസ് വാല്യൂ വിൽ ബി 0. കാരണം ആനോഡിലും കാഥോഡിലും സെയിം സ്പീഷീസ് ആണ്. അപ്പോൾ അവരുടെ കാഥോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുക്കുന്ന സമയത്ത് ആ വാല്യൂ 0 ആയിരിക്കും വരും. നേൺസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേൺസ്റ്റ് ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതുക, ഇ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെയല്ലേ എഴുതാം? നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ഇ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഇൻവോൾവ്. എം പ്ലസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ആവുക. ലോഗ് ഇനിഷ്യൽ പ്രൊഡക്റ്റ് സൈഡിലെ കോൺസെൻട്രേഷൻ ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. പ്രൊഡക്റ്റ് സൈഡിൽ C1 ബൈ റിയാക്ടൻ സൈഡിൽ C2. പവർ വാല്യൂ ഒക്കെ 1 ആണ് വരിക. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇ നോട്ട് സെൽ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ആ വാല്യൂ 0 കൊടുത്തു. ബാക്കി ഉണ്ടാവുക 0.0591 ഡിവൈഡഡ് ബൈ 1 ലോഗ് C1 ബൈ C2 എന്ന് വരും. ശ്രദ്ധിക്കുക, ഈ ഇ സെൽ വാല്യൂ, ഇത് ഇ സെൽ വാല്യൂ ആണ്. ഇ സെൽ വാല്യൂ പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? ഇത് നോക്കി, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. എന്ന് വെച്ചാൽ ലോഗ് ടേം നെഗറ്റീവ് ആയാൽ, അതായത് ഈ ടേം നെഗറ്റീവ് ആയാൽ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് വരും. ലോഗ് ടേം നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഇതൊരു ഫ്രാക്ഷൻ ആകുമ്പോഴാണ്. ഓക്കെ, ഇ സെൽ ഈസ് പോസിറ്റീവ് if C1 by C2 is a fraction. എന്ന് വെച്ചാൽ C2 വലുതായാൽ മതി, C2 ഗ്രേറ്റർ ദാൻ C1 ആയാൽ മതി. ഡിനോമിനേറ്റർ വലുതായാൽ ഇതൊരു ഫ്രാക്ഷനായി, ലോഗ് ഓഫ് എ ഫ്രാക്ഷൻ നെഗറ്റീവായി, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവായി. ഇത് C1 ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് C1 സൈഡ് കാഥോഡ് ആണെങ്കിൽ എന്ത് വരും?
അപ്പോൾ നമ്മുടെ എൻറ്റയർ പ്രോസസ്സ് മുഴുവൻ തിരിയും. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ വരിക M+C1 ഗീവ്സ് M+C2 എന്നാവും. ഇതാണ് ആകെയുള്ള വ്യത്യാസം. കാരണം മൊത്തം പ്രോസസ്സ് തിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ C1 കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് റിഡക്ഷൻ C1 സൈഡിനാണ്, ഓക്സിഡേഷൻ C2 സൈഡിനുമാണ്. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. മൊത്തം പ്രോസസ്സ് തിരിഞ്ഞു. അപ്പോൾ ഇതേപോലെ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈ സെല്ലിൻ്റെ ഇക്വേഷൻ എന്ത് വരും? -0.0591 ഡിവൈഡഡ് ബൈ 1 log C2/C1 എന്നാവും. എഗെയിൻ ഈ വാല്യൂ ഓവറോൾ പോസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വരണം? ലോഗിനുള്ളിലുള്ള വാല്യൂ ഫ്രാക്ഷൻ വരണം. അതെപ്പോഴാണ്? C1 ഗ്രേറ്റർ ദാൻ C2 ആകുമ്പോഴാണ്. അപ്പോൾ ദാ ഈ സെൽ ഈസ് പോസിറ്റീവ് ഈഫ് C1 ഗ്രേറ്റർ ദാൻ C2 എന്ന് വരും. ഇതാണ് നമുക്കുള്ള രണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ കാരണം ഒരു തവണ ഈ സാധനങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭാഗം നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി, സംഭവം എളുപ്പം. ഇനി നിങ്ങൾ നോക്കിയേ, ഇഫ് C1 ഈസ് പ്രസൻറ്റ് അറ്റ് ആനോഡ്, C1 ആൻഡ് C2 ഈക്വൽ ആകുകയാണോ വേണ്ടേ? അല്ല, C1 ആനോഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ C2 ഗ്രേറ്റർ ദാൻ C1 എന്നാണ് വരേണ്ടത്. ഓക്കെ, C1 ഈസ് പ്രസൻറ്റ് അറ്റ് കാഥോഡ്, C1 കാഥോഡ് ആണെങ്കിൽ C1 ഗ്രേറ്റർ ദാൻ C2 എന്നാണ് വരും, C1 ലെസ് ദാൻ C2 എന്നല്ല. C1 ഈസ് പ്രസൻറ്റ് കാഥോഡ്, ദെൻ C1 ഗ്രേറ്റർ ദാൻ C2. യെസ്, ഇത് പെർഫെക്റ്റ് മാച്ചാണ് ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ. സോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മാച്ചിങ് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ആയിരിക്കും.